നെക്സ്റ്റ് ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ടു ആട്രിബ്യൂട്ട്സ്, അതായത് ടു ആട്രിബ്യൂട്ട്സിന്റെ ഇൻഡിപെൻഡൻസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് കോണ്ടിജൻസി ടേബിൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കോണ്ടിജൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീക്വൻസി ടേബിൾ. അതെന്താ, ഒരു ഡാറ്റ നമ്മൾ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ടു ഓർ മോർ ആട്രിബ്യൂട്ട്സ്. എന്താണ്, ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആട്രിബ്യൂട്ട്സ് ബൈ ഡിസ്പ്ലേയിങ് ദയർ ഫ്രീക്വൻസീസ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് കോണ്ടിജൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ്. നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. ഇപ്പം ഒരു സ്റ്റുഡൻസിന്റെ എന്താണ് മാർക്കാണ് നമ്മൾ എന്താണ് കളക്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്തത്. ആ ഒരു ഡാറ്റേനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് വിചാരിക്കാം. അതിൽ ഫീമെയിലും മെയിലും ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഈ ഫീമെയിലും മെയിലും ഇപ്പൊ ഒരു എന്താണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു വേരിയബിൾസ് ആണ്. അവരെ തന്നെ വീണ്ടും നമുക്ക് എന്താ ഒന്നോ അതിൽ കൂടുതലോ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫീമെയിലിൽ തന്നെ പാസ് ആയവരും ഫെയിൽ ആയവരും എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെയിലും എന്താ തന്നെ നമുക്ക് പാസ്സായവരും ഫെയിൽ ആയവരും തമ്മിൽ എന്താ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു റിസൾട്ട് നമ്മൾ എന്താ റോയിലും കോളത്തിലും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ കോണ്ടിജൻസി ടേബിൾ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറച്ച് പ്രൊസീജിയർ, അതായത് ആട്രിബ്യൂട്ട്സിന് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ടെസ്റ്റ് ചെയ്യുന്ന ടു ആട്രിബ്യൂട്ട്സും ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, നമുക്ക് പറഞ്ഞു H0 നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് H0 എന്താണ്, ഒന്നെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉള്ള പോലെ തന്നെ നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താ നമുക്ക് പൊതുവായിട്ട് തന്നെ the attributes are independent എന്നുള്ള രീതിയിൽ H0 നമുക്ക് സെറ്റ് ചെയ്യാം. H1 എന്താണ്, H0 attributes are independent ആണെന്നുണ്ടെങ്കിൽ H1 എന്താ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. Two attributes are dependent എന്ന് നമുക്ക് പറയാൻ പറ്റും. Then സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ chi-square ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആ ഫോർമുല എഴുതി വെക്കാം. എങ്കിൽ തന്നെ നമ്മുടെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ ടോട്ടൽ, കാരണം കോളം റോയും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മളുടെ ഈ കോണ്ടിജൻസി ടേബിൾ. അതിന്റെ റോ ടോട്ടൽ എത്രയാണെന്നും കോളം ടോട്ടലിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഈ കേസിൽ കിട്ടും. ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ടു ആട്രിബ്യൂട്ട്സിന്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. സാധാരണ നമ്മൾ എടുക്കുന്നത് 0.05 തന്നെയാണ്. ഇവിടെ അത് തന്നെയാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ എന്താ വരുന്നത്, R-1 into C-1. R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ടേബിൾ വാല്യൂം നമ്മളുടെ കാൽക്കുലേറ്റർ വാല്യൂം കമ്പയർ ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അത് എന്താണ് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് H0, അതർവൈസ് എന്ത് ചെയ്യുന്നു, H0 റിജക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് ടു ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും.